ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ദുരന്തർ പടം കണ്ടു. ഒരു നൈസ് അടിപൊളി ഒരു ഡിഫറൻസ് ഉള്ള ഒരു സ്പൈ ആക്ഷൻ മൂവി. ഒരു 3-3.5 മണിക്കൂർ ഉണ്ടായിട്ട് നമ്മളെ പിടിച്ചിരുത്താന്ന് പറയുന്നത് അത് ഒരു കഴിവാണ്. ആ മേക്കറിന്റെയും അതിൽ അഭിനയിച്ച ആൾക്കാരുടെയും ആ ഒരു സ്ക്രിപ്റ്റിന്റെയും എല്ലാത്തിന്റെയും. ഇല്ലെങ്കിൽ നമുക്ക് 3.5 മണിക്കൂർ അത് വയലൻസ് ആക്ഷൻ ഉള്ള എയർ റേറ്റഡ് ഉള്ള പടം പിടിച്ചിരുത്തി കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് തരിക. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിലേക്ക് ഞാൻ വരാം. അതായത് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഇതിനെ മേക്ക് ചെയ്തേക്കണത്, അതിനെ റിട്ടേൺ ചെയ്തേക്കണത്, പ്രസന്റ് ചെയ്തേക്കണത്, ഡയറക്ട് ചെയ്തിട്ട് ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പായിട്ട് ഉള്ള ലോക്കൽ, അതായത് ഒന്നും കൂടി റൂട്ടഡ് ആയിട്ട് ലോക്കലിന്റെ ഇടയിലും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു റിയലിസ്റ്റിക് മോഡിലുള്ള ഒരു സ്പൈ ആക്ഷൻ മൂവി. കാരണം ഇത് ഇന്ത്യയിൽ നടന്ന പല മിലിറ്ററി എന്താ പറയാ സ്പൈ ടെററിസ്റ്റ് അറ്റാക്സിനോട് ഇവന്റ്സിനോട് ഇൻസ്പിറേഷൻ വന്നിട്ട് അതൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 1990s 99 ലാസ്റ്റിൽ തുടങ്ങി 2009-10 കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ലോങ് സ്പാനിൽ നടക്കുന്ന കഥയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു 3.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്. അത് നമുക്കൊരു ബോർ അടിക്കാണ്ട് എടുക്കാന്ന് പറയണത് തന്നെ അതിൽ അവർ വിജയിച്ചാൽ അവിടെ തന്നെ പടത്തിന്റെ വലിയ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. കാരണം ആളുകൾ പിടിച്ചിരുത്തുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഇന്നത്തെ ഒരു പുതിയ ഒരു വ്യൂവിങ് സൊസൈറ്റിയില് ഓഡിയൻസിന് മുന്നിൽ ഈ ഡയറക്ടേഴ്സിനും മേക്കേഴ്സിനും വരുന്ന വെല്ലുവിളി. അവരെ പിടിച്ചിരുത്തണം ബോറടിക്കാണ്ട്. 3-3.5 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ ചലഞ്ചായി. അതിലേക്ക് ആദിത്യദാർ വിജയിച്ചെന്ന് പറയാൻ കാരണം സ്ക്രിപ്റ്റ് എങ്ങനെ കൊണ്ടുപോയി, ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എങ്ങനെ ഇതിനെ പ്രസന്റ് ചെയ്തു. എഡിറ്റിംഗിൽ ശിവകുമാർ ആണ് ഇതിന് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. ആൾക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഇത്രയും വലിയ കണ്ടന്റ് നിന്ന് ഇതിലേക്ക് എഡിറ്റ് ചെയ്തെടുത്തു പറഞ്ഞാൽ ഇപ്പൊ 3.5 മണിക്കൂർ നിങ്ങൾ വിചാരിക്കും കുറെ ഉണ്ടെന്ന്, കുറെ ആണല്ലോ പിന്നെ ഇതിന്റെ എഡിറ്റ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ എപ്പിസോഡ് ഓരോരോ ഷോട്ടുകൾ അടുത്തടുത്ത ഫ്രെയിംസിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്ത് വെച്ച രീതി നിങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി തോന്നില്ല. അതാണ് ഇതിന്റെ വിജയം. പിന്നെ ഇതിലുള്ള പെർഫോമൻസ്, വയലൻസ്, ആക്ഷൻസ്, അത് വന്ന രീതി എല്ലാം കൊണ്ടും പടത്തിനെ നമുക്കിങ്ങനെ നല്ലവണ്ണം തിയേറ്ററിക്കലി വാച്ച് ചെയ്യാൻ പറ്റുന്ന എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു പടമായിട്ട് മാറി. പെർഫോമൻസ് കുറെ പറയാനുണ്ട്. പക്ഷെ ഇതിലൊരു എടുത്തു പറഞ്ഞ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് രാകേഷ് ബേദ്യ ചെയ്ത ഒരു കഥാപാത്രമാണ്. അതിലൊരു മിനിസ്റ്റർ ടൈപ്പ് കൈൻഡ് ഓഫ് റോളാണ്. കൂടുതൽ പറയുന്നില്ല, കാരണം ആളുള്ള കുറെ മാനറിസങ്ങൾ, കുറെ എക്സ്പ്രഷൻസ് എന്നെ പേഴ്സണലി ഇംപ്രസ് ചെയ്തു. കാരണം നമ്മൾ മറ്റുള്ളവരൊക്കെ നോക്കിയിരിക്കുക, രൺവീർ അങ്ങനത്തെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ കയറി സ്കോർ ചെയ്തു പല സ്ക്രീനിലും. പിന്നെ ഇതില് അക്ഷയ് ഖന്ന ഇപ്പൊ വൈറലാണ്. ആ വൈറലായിട്ടുള്ള ആ പാട്ടിന്റെ ഒരു ഇമ്പാക്ട് പടത്തിൽ അത്ര ഇല്ലെങ്കിലും കൂടി ചില സീൻസിൽ, പ്രത്യേകിച്ച് ലേറ്റർ ഹാഫില് അക്ഷയ് ഖന്ന സ്കോർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലായി. പ്രത്യേകിച്ച് ചില ആക്ഷൻ രംഗങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ അക്ഷയ് ഖന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സഞ്ജയ് ദത്ത് ചെറിയ റോളാണ്, പക്ഷെ ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്തൊന്നും സഞ്ജയ് ദത്തിന് ഇങ്ങനെയും സ്ക്രീൻ പ്രസൻസിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ കണ്ടിട്ടില്ല. നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നായികയായിട്ടുള്ള സാറ അർജുൻ കുറെ ബേബി റോളിൽ ഇത് വന്നിട്ട് ആദ്യമായിട്ട് ലീഡിങ് ആക്ട്രസ് ആയിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. അതിൽ വെച്ച് നോക്കുമ്പോൾ അവള് കൺവിൻസിങ് ആണ്. കാരണം അതിലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, പടത്തിലും അത് ഏജ് ഗ്യാപ്പ് പറയുന്നുണ്ട്. അപ്പൊ ആ ഏജ് ഗ്യാപ്പ് ഫീൽ ചെയ്യണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ആ രീതിയിൽ സാറ കൺവിൻസിങ് ആയിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ റൊമാൻസ്, ഇതില് ഡ്രാമ, കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാൻ ഇന്ത്യൻ കോൺഫ്ലിക്റ്റ്, ആർമി കോൺഫ്ലിക്റ്റ്, കുറെ തരത്തിലുള്ള ലോക്കൽ ഇഷ്യൂസ്, ഗാങ്സ്റ്റർ, മിലിറ്ററി, വാർ, കുറെ കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ അവരിങ്ങനെ ഒരു എപ്പിസോഡായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലന്റ് എപ്പിസോഡുകൾ. ചില വയലൻസ് കുറച്ച് എക്സസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് വയലൻസ് വയലൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ച ചില സീൻസുകൾ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ രൺവീർ സിംഗ് ആണ് ശരിക്കും പടത്തില് എന്താ പറയുക ത്രൂ ഔട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. രൺവീർ സിംഗിന്റെ കഥയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളായിട്ടാണ് മറ്റുള്ളവർ വരുന്നത്. രൺവീർ സിംഗ് ആസ് എ ലീഡിങ് റോൾ സ്പ്ലെൻഡിഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം തീരുന്നത് നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് ഇനി വേണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അവർ അവസാനിപ്പിക്കുന്ന നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്തും. പക്ഷെ അവര് വീണ്ടും മുമ്പ് ഇങ്ങനത്തെ പടങ്ങൾ, ഇങ്ങനത്തെ ഒരു ഇമീഡിയറ്റ് സ്വീക്വൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് മെട്രിക്സ് പണ്ട് എങ്ങനെ വന്നിട്ടുണ്ട്, ഒരു കൊല്ലത്തിലെ 2 പാർട്ട്. ഇത് ഇമീഡിയറ്റ്ലി സ്വീക്വൽ അവർ അനൗൺസ് ചെയ്തു. നെക്സ്റ്റ് മാർച്ച് 2026 ഇതിന്റെ സ്വീക്വൽ വരികയാണ്. സ്വീക്വലിന്റെ ഒരു ചെറിയ ടീസർ കാണിച്ചിട്ടാണ് അവർ നിർത്തുന്നത്. അതും വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. മോർ വയലൻസ്, മോർ ഡ്രാമ, മോർ കോൺഫ്ലിക്റ്റ്. അപ്പൊ നല്ലൊരു ഡിഫറെന്റ് സ്പൈ ആക്ഷൻ, ഡീപ്പ് റൂട്ടഡ്, റിയലിസ്റ്റിക്, വയലന്റ്, ഫുള്ള് പെർഫോമൻസ് വൈസ് ആയിട്ടുള്ള ഒരു സ്പൈ ആക്ഷൻ മൂവി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദുരന്തർ നിങ്ങൾ പോയി കാണണം. അതിപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ലിമിറ്റഡ് റിലീസ് ആണെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം. കണ്ടാൽ നിങ്ങൾക്ക് വർത്തായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.